ഒരു വിശ്വാസിയുടെ, ഒരു ദൈവപൈതലിൻ്റെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് ദിനം പ്രതിയുള്ള തൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എവിടെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നതായിരിക്കണം. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ചൊരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. കാരണം കർത്താവായ യേശുവാണ് വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് വന്ന് നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുവാൻ ഈ 33.5 വർഷം ലോകത്തിൽ ജീവിച്ച് കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അവസാനം തുപ്പും നിന്ദയും ഏറ്റ് കാൽവറി ക്രൂശിൽ തൻ്റെ സ്വജീവൻ വെടിഞ്ഞു. തൻ്റെ രക്തം നമുക്കായി ചിന്തി അവൻ്റെ നിത്യജീവനെ നമുക്ക് തന്ന് നമ്മെ മക്കളും അവകാശികളും ആക്കി തീർക്കുവാൻ, പിതാവുമായി ദൈവവുമായി നിരപ്പിക്കുവാൻ തൻ്റെ ജീവൻ നൽകിയവൻ അവൻ മാത്രമാണ്. അവൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആകയാൽ തന്നെ നാം യേശു ക്രിസ്തുവിനെ ഉയർത്തണം. ജീസസ് ഷുഡ് ബി എക്സാൾട്ടഡ്. യേശു നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടണം. എന്നാൽ ഇന്ന് ഇല്ലാത്തത് അതുതന്നെയാണ്. നമ്മുടെ പാസ്റ്റർമാരാണെങ്കിലും ശുശ്രൂഷകന്മാരാണെങ്കിലും പ്രസംഗകരാണെങ്കിലും തങ്ങൾക്ക് ലഭിക്കുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ തങ്ങളുടെ പ്രസംഗ കസർത്ത് അല്ലെങ്കിൽ വാക്ചാതുര്യം, പ്രസംഗത്തിൽ മിടുക്കനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ളായ സകല കാര്യങ്ങളും കോർത്തിണക്കി അത് അവതരിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന ആ മഹൽ വ്യക്തി, നമ്മുടെ ജീവൻ്റെ ഉടയവൻ പുറത്താക്കപ്പെടുകയാണ്. ഞാൻ പണ്ട് ഒരു മെസ്സേജിൽ പറഞ്ഞിരുന്നല്ലോ, മാനന്തവാടിയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഇരമ്യാവിനെക്കുറിച്ചും ഒരു യെഹെസ്കേലിനെക്കുറിച്ചും മാത്രം പകൽ 2.5 മണിക്ക് നിർത്തപ്പെടുന്ന ആ മീറ്റിങ്ങിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയോ യേശുവിനെ ഉയർത്തുകയോ ചെയ്തിട്ടില്ല. ബട്ട് ടു സ്റ്റാർട്ട് പുട്ടിങ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ഫസ്റ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ് ആൻഡ് മിനിസ്ട്രി. അതുകൊണ്ട് പ്രിയരെ, പ്രത്യേകം ഞാൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വചനം നാം ഉയർത്തണം. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം നാം പ്രസംഗിക്കണം. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും യേശുവിന് പരമാധികാരം, ആധിപത്യം, മുൻഗണന നൽകണം. ഫസ്റ്റ് പ്രയോറിറ്റി, സൂപ്പർമെസി ഓഫ് അവർ ലൈഫ്. ജീവിതത്തിൽ മുൻസ്ഥാനം യേശുവിനായിരിക്കണം. കാരണം യേശു ഒരു സാധാരണക്കാരനല്ല. ബിക്കോസ് ഹീ ഈസ് നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത്? 1:2 ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. ഗോഡ് ഓൾസോ ഹാസ് ഹൈലി എക്സോൾട്ടഡ് ഹിം, ഗിവ് ഹിം എ നെയിം വിച്ച് ഈസ് എബവ് എവറി നെയിം. So Jesus has the name that all name above. That is his position now in heaven. എന്താ ഉയർത്താൻ കാരണം? അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു തൻ്റെ പിതാവിന്. ഫിലിപ്പിയർ 2:6-8 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ, ഒബീഡിയൻറ്റ് unto the death, even the death on the cross. യേശുവിനെ പിതാവ് ഉയർത്താൻ കാരണം അവൻ ദൈവരൂപത്തിലിരിക്കെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. ഒബീഡിയൻറ്റ്, അനുസരണം. അതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. 33.5 വർഷവും പിതാവിനെ അവൻ അനുസരിച്ചു. എന്തെല്ലാം ചെയ്യുമ്പോഴും, ഏതെല്ലാം കാര്യം ചെയ്യുമ്പോഴും, ഇതെൻ്റെ സ്വന്തമല്ല, ഞാനല്ല, എൻ്റെ പിതാവ് പറഞ്ഞിട്ടാണ്, എൻ്റെ പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നത്, എൻ്റെ പിതാവ് ഇന്നത് പറയുവാൻ പറഞ്ഞു, അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ നിബന്ധനകളും ദൈവം എന്താണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ജനത്തോട് ആവശ്യപ്പെടുന്നതും അതിന് മാതൃകയായി യേശു എന്ന മനുഷ്യനായി അവതരിച്ചപ്പോഴും അവൻ തൻ്റെ പിതാവ് എന്ത് പറഞ്ഞിരിക്കുന്നുവോ
എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നു, അതിൻ്റെ ലക്ഷ്യപൂർത്തിയിലെത്തത്തക്ക നിലയിൽ താൻ തന്നെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും, ഒന്നോ രണ്ടോ കാര്യങ്ങളിലല്ല, താൻ തികച്ചും അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന സാക്ഷ്യം പിതാവിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീർന്നു. രണ്ടാമത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ പൗലോസ് പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും വിളിക്കപ്പെട്ട സകല നാമത്തിനും മീതെ അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സോ വി ഹാവ് ദ പവർ ആൻഡ് അതോറിറ്റി. അതുകൊണ്ട് ശക്തിയും അധികാരവും നമുക്കുള്ളതാണ്. ആമേൻ. തൻ്റെ സഭയ്ക്കാണ് ഇപ്പോൾ അധികാരം. ക്രിസ്തു തലയാണ്, സഭ ശരീരം. ശരീരം കൂടാതെ ഒരു തലയ്ക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ ഇന്ന് സഭയ്ക്കാണ് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുന്നത്. സോ നൗ വി ആർ ദ ലിറ്റിൽ ക്രൈസ്റ്റ്. നമ്മുടെ കൈകൾ യേശുവിൻ്റേതാണ്, നമ്മുടെ കാലുകൾ യേശുവിൻ്റേതാണ്. നാം കടന്നുപോയി പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. കാരണം ഇതെല്ലാം പിതാവായ ദൈവം ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഉയർപ്പിൻ്റെ വ്യാപാര ശക്തിയാൽ അവനെ പുറത്തു കൊണ്ടുവന്ന് സകല നാമത്തിന് മീതെ ഉള്ള നാമം നൽകി അത്യന്തം മീതെ ഇരുത്തി സർവവും അവൻ്റെ കാൽ കീഴാക്കി. എന്നിട്ടെന്താ ചെയ്തത്? അവനെ സർവത്തിന് മീതെ തലയാക്കി വെച്ചിട്ട് അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തുന്നു. ഇപ്പോൾ സഭയാണ് അധികാരത്തോടെ പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അതുകൊണ്ട് ഉയർത്തിയേ മതിയാകുകയുള്ളൂ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റൊരു വേദഭാഗം കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1:13 പറയുകയാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് നമ്മെ ഓരോരുത്തരെയും പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. സോ വി ആർ ഇൻ ദ ടോപ്പ്. ഹീ ഈസ് ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് യേശു കർത്താവായിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന സ്ഥാനം യേശുവിനാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ, അതായത് പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതൽ കർത്താവിൽ വിശ്വസിച്ച് അവനെ സ്വീകരിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിലേക്ക് പിതാവ് തങ്ങൾക്ക് വെച്ചിരിക്കുന്ന പുത്രനിൽ കൂടി ആ രാജ്യത്തിൻ്റെ പ്രവേശനം ലഭിക്കുക ഉള്ള അവസരം ഒരുങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ആ അവസരം ഒരുക്കപ്പെട്ട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തു എന്ത് അനുഷ്ഠിക്കുവാൻ നമുക്ക് പഠിപ്പിച്ചോ പറഞ്ഞു തന്നിട്ടുണ്ടോ ആ ഉപദേശങ്ങളും കൽപ്പനകളും അനുസരിച്ച് അവനോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, താതാത്മ്യപ്പെടുമ്പോൾ, ആമേൻ, കർത്താവിനോട് ഒരുമിച്ച് അവൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനം യേശുവിനാണ്. അപ്പോൾ തന്നെ അവനോടൊപ്പം നാമും ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏറ്റവും ടോപ്പിൽ വെച്ചിരിക്കുകയാണ് ഒരു വിശ്വാസിയെ, ഒരു ദൈവപൈതലിനെ, ആമേൻ, ഒരു ദൈവദാസനെ. സോ യേശുവിനോടൊപ്പം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഹൗ ഡസ് സൂപ്പർമസി ടു ജീസസ് ഇൻ അവർ ലൈഫ്? യേശുവിന് എത്രമാത്രം പരമാധികാരം നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ നാം അവന് കൊടുത്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ? പാട്ടുണ്ട്, ആരാധനയുണ്ട്, പ്രസംഗമുണ്ട്. ബട്ട് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഹൗ മച്ച് റൂം ഫോർ ജീസസ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ് and in our ministry? How much we allow Jesus and the Holy Spirit to control our life? നാം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ എത്രമാത്രം പരമാധികാരം യേശുവിന് അനുവദിച്ചിട്ടുണ്ട്. we should make more rooms for the Holy Spirit. Jesus is higher. He is the highest position in the universe. But what about us? നാം എങ്ങനെ? ഫിലിപ്പിയർ 2:5 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലെറ്റ് ദിസ് മൈൻഡ് ബി
you which also in Christ. The attitude of Christ should be, യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എവറി ഡേ വേർ എവർ വി ഗോ, പ്ലേസ് ജീസസ് ഇൻ എ ഹയസ്റ്റ് പൊസിഷൻ. യേശു ക്രിസ്തുവിനെ ഏത് സ്ഥാനത്തും യേശുവിനെ നമ്മൾ ഉയർത്തണം. ഏറ്റവും ഉയർന്ന സ്ഥാനം യേശു കർത്താവിന് കൊടുക്കണം. നമുക്കല്ല. ഇന്ന് പ്രസംഗകരും ശുശ്രൂഷകരും ഒരു പ്രസംഗത്തിന് അവസരം കൊടുക്കുമ്പോൾ, ഒരു ശുശ്രൂഷ ലഭിക്കുമ്പോൾ അവർ പ്രസംഗത്തിൻ്റെ ആരംഭത്തിലെന്ന് മാത്രമല്ല ഉടനീളം തങ്ങളെ ഉയർത്തുകയാണ്. യേശുവിനെക്കുറിച്ച് പറയത്തില്ല, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. തൻ്റെ അധികാരത്തിനും തങ്ങളുടെ എന്തോ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അല്ല, കർത്താവിനെ ഉയർത്താൻ നമ്മൾ ശ്രമിക്കണം. സോ വി സ്റ്റാർട്ട് പുട്ടിങ് ജീസസ് അറ്റ് ഫസ്റ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ് ആൻഡ് ഇൻ അവർ മിനിസ്ട്രി. വൺസ് അഗെയിൻ ഐ ആം ടെല്ലിങ്, ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും ഉയർന്ന സ്ഥാനം നമുക്ക് കർത്താവിന് കൊടുക്കാം. അതോടുകൂടി അവൻ നമ്മെ ഉയർത്തും. നമ്മളെ തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ പിതാവ് ആക്കി വെച്ചിരിക്കുമ്പോൾ ഹീസ് ദ ടോപ്പ്. നാമും അവനോടൊപ്പം ഉയർന്ന സ്ഥാനത്താണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കർത്താവിന് നമ്മൾ ഉയർത്തണം. ചർച്ചിൽ പുൾപ്പിറ്റില്ല, യേശു മാത്രമേ ഉള്ളൂ. അതെ, പല വലിയ വലിയ സഭകളിൽ, പ്രത്യേകിച്ച് കേരളം വിട്ട് കഴിഞ്ഞു പോയാൽ അനേക സഭകളിൽ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ. അവിടെയെല്ലാം പുൾപ്പിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് അവിടെ തൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനുള്ള സാന്നിധ്യം ആണ് പ്രധാനമായിട്ടുള്ള ക്രമീകരണം നൽകിയിരിക്കുന്നത്. അവിടുത്തെ ശുശ്രൂഷകനോ പാസ്റ്റേഴ്സോ മറ്റാരുമോ ആ പുൾപ്പിറ്റിൽ കാണത്തില്ല. ഈ പുൾപ്പിറ്റ് എന്ന് പറയുന്ന ആശയം തന്നെ മാർട്ടിൻ ലൂതറാണ് ഉണ്ടാക്കിയത്. പുൾപ്പിറ്റ് ഉണ്ടാക്കിയത് മാർട്ടിൻ ലൂതർ. അതുവരെ ആദിമസഭയിൽ പുൾപ്പിറ്റില്ലായിരുന്നു. ഇനി എന്തിനാ ചർച്ച് ബിൽഡിങ്ങോ? ചർച്ച് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുസ്തന്തീനോസ് ചക്രവർത്തി മതപരിവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ ഹെലീന വിദേശത്ത് പോയി അവിടെ നിന്നെടുത്ത ആശയം കൊണ്ട് അവിടെ നിന്നുള്ള കൊരിന്തിലും അതുപോലെ തന്നെ ഇറ്റലിയിൽ, അങ്ങനെ അവിടെ നിന്നൊക്കെ റോമിൽ നിന്നൊക്കെ ഉള്ള ആളുകളെ, ടെക്നീഷ്യനെ എന്താ പറയുക, അവരെ വരുത്തിയിട്ട് അവരുടെ ആശയപ്രകാരം ഉണ്ടാക്കിയതാണ് ചർച്ച് ബിൽഡിംഗ് എന്ന് പറയുന്നത് പോലും. അന്ന് വരെ അതാണ് ആദ്യത്തെ ബിൽഡിങ്. അപ്പോൾ അതാണ് ആദ്യത്തെ പുൾപ്പിറ്റ്. അപ്പോൾ ഹെലീന ചർച്ച് ബിൽഡിംഗ് കൊണ്ടുവന്നു, മാർട്ടിൻ ലൂതർ പുൾപ്പിറ്റ് കൊണ്ടുവന്നു. അതുവരെ ഇത് രണ്ടുമില്ലായിരുന്നു. ആദിമസഭയിൽ പിതാക്കന്മാർ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ അവർ കർത്താവിനാണ് മുൻസ്ഥാനം കൊടുത്തിരുന്നത്, യേശുവിനാണ് മുൻസ്ഥാനം കൊടുത്തിരുന്നത്, യേശുവിൻ്റെ ഉപദേശത്തിനാണ് മുൻസ്ഥാനം കൊടുത്തിരുന്നത്, കർത്താവായി ക്രിസ്തു യേശുവിൻ്റെ വചനത്തിനാണ് മുൻസ്ഥാനം കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. മുഴുവൻ ലോകവും വട്ടം വരച്ചാൽ അതാണ് ദൈവത്തിൻ്റെ സിംഹാസനം. സ്വർഗത്തിൻ്റെ സ്ഥാനം വളരെ അകലെയാണ്. ദ ഹെവൻ ഈസ് ടു ഫാർ എബവ് ഈസ് പൊസിഷൻ. ഉയരത്തിലാണ്, വളരെ ഉയരത്തിൽ. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുമ്പോൾ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഏകവചനം ഭൂമി, ബട്ട് ബഹുവചനം സ്വർഗങ്ങൾ. വാക്യം 1 സ്വർഗങ്ങൾ, പ്ലാനറ്റ്സ്. അവിടെ ആകാശവും എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഏകവചനമാണ്. എന്നാൽ ഹെവൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചത് പ്ലാനറ്റ്സ്, യൂണിവേഴ്സ്, ഗാലക്സീസ്, മിൽക്കി വേസ്. അവിടെ എല്ലാ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. ബിയോണ്ട് ദാറ്റ് ഗോഡ്സ് ഹെവൻ ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ദ വേൾഡ് ദാറ്റ് വാസ്, 1 വാക്യത്തിൽ പറയുന്നത് ദ വേൾഡ് ദാറ്റ് വാസ് ആൻഡ് ദ വേൾഡ് ദാറ്റ് ഈസ്. മുൻപുണ്ടായിരുന്ന ആ ലോകം, ഇപ്പോൾ ആയിരിക്കുന്ന ലോകം. 2 വാക്യത്തിൽ അത് പാഴും ശൂന്യമായിരിക്കുന്നു. അങ്ങനെ ഈ 3 വാക്യങ്ങളിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ ഇടവേളയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 1 വാക്യത്തിലൊരു ലോകം, 3 വാക്യത്തിൽ ഇപ്പോഴായിരിക്കുന്ന ലോകം. ഹല്ലേലൂയ. ഹെവൻ, സ്വർഗം, അതിന് സിറ്റി ഹൗസ് എന്ന് പറയാം. ഗോഡ് ഹാസ് ഹോം ഇൻ സിറ്റി. ഗോഡ് ഹാസ് ഓൾസോ വില്ലേജ് ഹൗസ്, ഫാം ഹൗസസ്. ദാറ്റ് വി ആർ, യു ആൻഡ് മീ. ദൈവം വസിക്കുന്ന ഫാം ഹൗസ്, വില്ലേജ് ഹൗസ്, അവൻ്റെ ഭവനം നാം ഓരോരുത്തരുമാണ്. എന്നാൽ
സ്വർഗമാണ് അവൻ്റെ സിറ്റി ഹൗസ്, ദ ഹോളി ടെമ്പിൾ ഓഫ് ലിവിങ് ഹോളി ഗോഡ് ഓൾമൈറ്റി. കൊച്ചിയിൽ ഉദാഹരണത്തിന് വീടും വില്ലകളും ഉള്ളവർക്ക് മൂന്നാറിലും വാഗമണ്ണിലും വയനാട്ടിലും ഒക്കെ വീടുകളുണ്ട്, ഫാം ഹൗസുകളുമുണ്ട്. അതുപോലെ നാം അവൻ്റെ ഭവനമാണ്. സ്വർഗത്തിൽ അവൻ വസിക്കുന്നു. എന്നാൽ അവൻ നമ്മിലും വസിക്കുന്നു, സ്വർഗത്തിലും വസിക്കുന്നു. കാരണം അവൻ സർവ്വവ്യാപിയാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നാലാമതായിട്ട് നാം കാണുന്ന വേദവചനം എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി 1-ാം അധ്യായം എബ്രായർ 3-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇന്ന് രാജാതി രാജാവാണവൻ, പിതാവാം ദൈവം ആക്കി വച്ചിരിക്കുക. ഒരു സ്വർഗരാജ്യമുണ്ട്, ഒരു ഭൗതിക രാജ്യമുണ്ട്, ആത്മീയ രാജ്യമുണ്ട്. ആമേൻ. ആത്മീയമായ രാജ്യം കാണപ്പെടാത്ത രാജ്യം, ഭൂമിയിലുള്ളതോ കാണപ്പെടുന്ന രാജ്യം. എന്നാൽ ആ കാണപ്പെടാത്ത രാജ്യത്തിൻ്റെ അധിപനായി 3-ാം വാക്യത്തിൽ അവനെ പിതാവായി ദൈവം അവിടെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുക, മഹിമയുടെ വലത്ത് ഭാഗത്ത്. ഇന്ന് രാജാതി രാജാവാണവൻ, പിതാവാം ദൈവം അവനെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മെ രക്ഷിപ്പാൻ ക്രൂശിൽ യാഗമായ മരിച്ച രക്തം തന്ന നിത്യജീവൻ തന്ന യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസംഗത്തിൻ്റെ എല്ലാം കേന്ദ്ര പ്രമേയം യേശു ആയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആമേൻ. ദ സെൻറ്റർ പേഴ്സൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. The central theme also Jesus Christ. Jesus is the cornerstone of our faith. Jesus is the cornerstone of our church. Jesus is the cornerstone of our doctrines. So we must exalt him. യേശു ക്രിസ്തുവാണ് ഏറ്റവും ഉയർത്തപ്പെടേണ്ടതായിരിക്കുന്നത്. This living Christ living in us. So a living hope is in us. കൊലോസ്യർ 1:27 പറയുകയാണ്, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഹോപ്പ് ഓഫ് ഗ്ലോറി, ക്രൈസ്റ്റ് ഇൻ യു ആൻഡ് യു ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നിങ്ങളിലും നിങ്ങൾ ക്രിസ്തുവിലുമായിരിക്കുന്ന പരസ്പര പൂരകമായ യേശു നമ്മിലും നാം അവനിലും വസിക്കുന്നു. സോ വി എക്സോൾട്ട് ഹിം. യേശു ഏറ്റവും ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഹല്ലേലൂയ. ജീസസ് ഈസ് നോട്ട് an ordinary person. മത്തായി 17:2 പറയുന്ന അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. മലാഖി 3:2 പറയുന്നു അവൻ ഉലയിൽ ഊതിക്കഴിച്ചവൻ്റെ തീ പോലെയായിരുന്നു. ഹീ ഈസ് ലൈക്ക് എ റിഫൈനറീസ് ഫയർ. ദാനിയേൽ 7:9-10 പറയുന്നു, ആമേൻ, അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല, രഥങ്ങൾ കത്തുന്ന തീ. വെളിപ്പാട് 1:13 മുതൽ പറയുമ്പോൾ ക്രൂശിലെ യേശുവിനെക്കുറിച്ച് നാം സംസാരിക്കും. അവൻ താഴ്മയും സൗമ്യതയും ഉള്ളവൻ. എന്നാൽ ഹീ വാസ് ഹംബിൾ ആൻഡ് മീക്ക്. 13-ാം വാക്യം പറയുന്നു അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, സൗമ്യതയുള്ളവനായിരിക്കുമ്പോൾ തന്നെ കണ്ണ് അഗ്നിജാലയ്ക്ക് ഒത്തത്, കാലുലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം, ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ദിസ് ഈസ് എ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യോഹന്നാൻ അവനെ കണ്ടപ്പോൾ, വെളിപ്പാട് 1:17, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഹീ ഫെൽ ഡൗൺ ലൈക്ക് എ ഡെഡ് മാൻ. ആമേൻ. 1 യോഹന്നാൻ 1:1 ആ യോഹന്നാൻ പറയുകയാണ്, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത്, നോക്കിയത്, കൈകൊണ്ട് തൊട്ടത്, കൂടെ ജീവിച്ചവൻ, മാർവോട് ചാരിയിരുന്നവൻ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ വീണെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെയായിരിക്കും? ഓ യേശുവേ ഐ ലവ് യു എന്ന് പറഞ്ഞ് കൈയും വിരിച്ച് ഓടിച്ചെല്ലാൻ പറ്റുമോ? അവൻ്റെ മുൻപിലൊന്ന് നിൽക്കാനായിട്ട് പറ്റുമോ? അത്ര ഉയർന്നവൻ, അത്ര ഉയർത്തപ്പെട്ടവൻ, ശ്രേഷ്ഠൻ. പ്രിയരെ, ഇന്ന് ക്രിസ്തു യേശുവാണ് സഭയോട് സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനമാണ് ദൈവസഭയെ, പുതിയ നിയമ വിശ്വാസിയെ നടത്തുന്നത്. ഒരുക്കിയെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്, സഭയെ ഒരുക്കുന്നത്. ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഉപദേശം. വി മസ്റ്റ് ടീച്ച് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് ടു ദി ചർച്ച് ടുഡേ. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൻ്റെ വചനമാണ് ദൈവസഭയെ നമ്മൾ പഠിപ്പിക്കേണ്ടത്.
ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ദൈവസഭയെ പഠിപ്പിക്കേണ്ടത്. ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ കൂടി മാത്രമേ ഒരു വിശ്വാസിക്ക് വളർച്ചയുള്ളൂ, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. അതിന് നമ്മളുടെ വിശ്വാസികളെ നാം വിശ്വാസത്തിൽ വളർത്തി ശിഷ്യത്വത്തിലേക്ക് നടത്തി അവരെ നാം പഠിപ്പിച്ച് അവരെ ദൈവരാജ്യത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസുമുള്ളവരാക്കി തീർത്ത്, ക്വാളിഫിക്കേഷൻസുമുള്ളവരാക്കി തീർത്ത്, വിശ്വാസിയെ ഒരുക്കി ദൈവവൈതലാക്കി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളായ വളർച്ചയെത്തിയ പക്വതയിലേക്ക് നടത്തപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കാം. അത് നാം ഉൾക്കൊള്ളാം. അത് നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതിൽ കൂടി നാം മറ്റുള്ള ജനത്തെ ഒരുക്കാം ദൈവരാജ്യത്തിൽ പോകുവാനായി. ഏവരെയും അതിനായി ദൈവം സഹായിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ആമേൻ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്.